ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ വിൻഡോസിന്റെ കമ്പ്യൂട്ടറാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളെ ആവശ്യമുള്ള ഡാറ്റകളൊക്കെ നമുക്കൊരു ഡ്രൈവിലിട്ട് പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ദിസ് പി സി ഓപ്പൺ ചെയ്യുക. ഈ ദിസ് പി സി ഓപ്പൺ ചെയ്താൽ സി ഡ്രൈവ്, ടി ഡ്രൈവ്, ഇ ഡ്രൈവ് ഇങ്ങനെ കാണാൻ നമുക്ക്. അപ്പോൾ സി ഡ്രൈവിൽ സ്വതവേ നമ്മൾ ഡാറ്റാസ് സൂക്ഷിച്ച് വെക്കാറില്ല. കാരണം നമുക്ക് സി ഡ്രൈവ് എന്ന് പറയുന്നത് വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത ഡ്രൈവാണ്. ഇൻ കേസ് വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റി നമുക്ക് അത് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റയും കൂടി അതിൽ ഡിലീറ്റ് ആയി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടെക്നീഷ്യൻസ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന അധിക ടെക്നീഷ്യൻസും ഡി ഡ്രൈവും ഇ ഡ്രൈവും ക്രിയേറ്റ് ചെയ്ത് തരാറുണ്ട് നമുക്ക്. അപ്പോൾ ഈ ഡി ഡ്രൈവിലുള്ളതും ഇ ഡ്രൈവിലും നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഡി ഡ്രൈവിലാണ് എൻ്റെ ഡാറ്റ ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ ഡ്രൈവിനെ ഞാൻ ലോക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് അത്യാവശ്യമുള്ള ഫയൽസ് ഒക്കെ ഒരു ഡ്രൈവിലേക്ക് ഇട്ട് ആ ഡ്രൈവിനെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണ്, മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അറിയാതെ നമ്മളെ വീട്ടിലെ കുട്ടികൾ എന്ത് ചെയ്യും, ഡിലീറ്റ് ആക്കി പോകും നമുക്ക് ആവശ്യമുള്ള ഫയൽസ് ഒക്കെ. അതൊക്കെ തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രൈവ് ലോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ദിസ് പി സി ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് ആവശ്യമുള്ള ഫയൽസ് ഒക്കെ ഞാൻ ഡി ഡ്രൈവിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഡി ഡ്രൈവ് ഒന്ന് മൗസ് കൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ ഒരു ഓപ്ഷൻ കാണാം, ടേൺ ഓൺ ബിറ്റ് ലോക്കർ എന്ന് പറഞ്ഞിട്ട്. ഈ ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യാൻ പോകുന്നത്. ടേൺ ഓൺ ബിറ്റ് ലോക്കർ. ബിറ്റ് ലോക്കർ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 3 ഓപ്ഷൻസ് കാണാം. നമ്മൾ താഴത്തെ 2 ഓപ്ഷൻസ് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റത്തെ ഓപ്ഷൻ പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാസ്വേഡ് കൊടുക്കുക. ഒരു പാസ്വേഡ്, നമുക്കറിയാവുന്ന ഒരു പാസ്വേഡ് നമ്മൾ കൊടുക്കുക. നമ്മൾ മറന്നു പോകാൻ പാടില്ല ഈ പാസ്വേഡ്. കാരണം ഇത് മറന്നു പോയാൽ വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് നമ്മളെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർമ്മിച്ച് പാസ്വേഡ് കൊടുക്കുക. ഒരു കാരണവശാലും നമ്മൾ പാസ്വേഡ് മറന്നു പോകാൻ പാടില്ല. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. എന്ത് സൂക്ഷിച്ചു വെക്കാം? നമുക്ക് എപ്പോഴെങ്കിലും പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ അതിന്റെ റിക്കവറി കീ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ അത് ഒന്നാമത്തെ ഓപ്ഷൻ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് USB ഡ്രൈവ് ഉണ്ടെങ്കിൽ USB ഡ്രൈവിലേക്ക് സൂക്ഷിച്ചു വെക്കാം. പിന്നെ അടുത്ത സേവ് ടു ഫയൽ, ഒരു ഫയലായിട്ട് നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം. അടുത്തത് പ്രിന്റ് ദ റിക്കവറി കീ, പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എവിടെയെങ്കിലും കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഡിലീറ്റ് ആയി പോയി എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മളെ ഡ്രൈവിന്റെ പാസ്വേഡ് മറന്നു പോയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ കീ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, പാസ്വേഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് പ്രിന്റ് ദ റിക്കവറി കീ, പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാന്നുള്ള ഓപ്ഷനിലാണ്. പക്ഷേ ഈ പ്രിന്റ് ഔട്ട് എടുക്കുന്ന PDF ആയിട്ടാണ് നമുക്ക് കിട്ടുക. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, സേവ് പ്രിന്റ് കൊടുത്ത ഉടനെ നമ്മളെ ഡെസ്ക്ടോപ്പിൽ, ഇപ്പം ഞാൻ പ്രിന്റ് ഔട്ട് എടുക്കുന്നില്ല, എൻ്റെ പ്രിന്റർ കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ആ ഫയൽ സേവ് ചെയ്തേക്കാണ്. ഒരു പേര് കൊടുത്തു അതിനുശേഷം പേര് കൊടുത്തിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്ത് വെക്കുകയാണ്. സേവ് എന്ന് കൊടുത്തു. എനിക്ക് ആവശ്യമുള്ള സമയത്ത്, ഞാൻ പ്രിന്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ സൂക്ഷിച്ചു വെക്കാം. പ്രിന്റർ ഉണ്ടെങ്കിൽ ഉടനടി പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കാം. അല്ല നിങ്ങളടുത്ത് പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ പെൻഡ്രൈവിലേക്ക് സൂക്ഷിച്ചു വെക്കാം. അങ്ങനെ അടുത്ത ഓപ്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് നെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇവിടെ പറയുന്നത് നമ്മളെ ഡാറ്റനെ അവർ സേഫ് ആക്കി വെക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. അതായത് പൊതിഞ്ഞു വെക്കട്ടെ, നല്ല രീതിയിൽ. എൻക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പൊതിഞ്ഞു വെക്കുകയാണ്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡിൽ നല്ല രീതിയിൽ നമ്മളെ ഡാറ്റനെ പൊതിഞ്ഞു വെക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആ ഫസ്റ്റത്തെ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്ത ഓപ്ഷനിൽ നമ്മളൊന്നും ചെയ്യാനില്ല, നെക്സ്റ്റ് ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അവർ ഡാറ്റനെ പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ദ എൻക്രിപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ സെക്യൂർ ആക്കി വെക്കാന്നാണ് അതിന്റെ ഉദ്ദേശം. ജസ്റ്റ് സ്റ്റാർട്ട് ദ എൻക്രിപ്ഷൻ എന്ന് കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മളെ ഡാറ്റനെ നല്ല രീതിയിൽ പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു സമയം എടുക്കും, കാരണം നമ്മുടെ ഡാറ്റ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് ഈ ടൈം എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഏകദേശം എൻക്രിപ്ഷൻ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എൻക്രിപ്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ജസ്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡ്രൈവിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ലോക്കിന്റെ ചിഹ്നം കാണാൻ പറ്റും. അതായത് നമ്മൾ ബിറ്റ് ലോക്കർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡ്രൈവ് ലോക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ പൂർണ്ണമായിട്ടും നമുക്ക് ലോക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ആക്കണം. അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും കാണാം ഇത് പാസ്വേഡ്
ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റീസ്റ്റാർട്ട് ആവുന്നത് വരെ ആ ഡ്രൈവ് ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ആക്കിയ ഡ്രൈവ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പേ നമ്മളെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക. നമ്മളെ യൂസറെ വിൻഡോസ് ഐക്കണും എൽ എന്ന് പറഞ്ഞ ബട്ടൺ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രൈവ് ലോക്ക് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ദിസ് പി സി ഓപ്പൺ ചെയ്യുക. കണ്ടോ, നമ്മളെ ഡി ഡ്രൈവ് ലോക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത പാസ്വേഡ് കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ പാസ്വേഡ് കറക്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വേറെ എന്തെങ്കിലും പാസ്വേഡ് കൊടുത്ത് നമ്മൾ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയും ദ പാസ്വേഡ് എൻ്റർ ഇസ് ഇൻകറക്റ്റ്. അപ്പം നമുക്ക് നമ്മുടെ ഡ്രൈവിനെ സേഫ് ആക്കി വെക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ ഡ്രൈവിന് പാസ്വേഡ് ലോക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ കറക്റ്റ് പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ഇത് ഓപ്പൺ ആയി വരുള്ളൂ. ഞാൻ എൻ്റെ കറക്റ്റ് പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനുശേഷം അൺലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം, ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡാറ്റ സേഫ് ആയിട്ട് ഡ്രൈവിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. വിൻഡോസിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പോൾ അത് മാത്രമല്ല, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ഫയൽ ഇതാണ്. ഞാൻ നേരത്തെ എൻ്റെ പാസ്വേഡ് മറന്നു പോയാൽ റിക്കവർ ചെയ്യാനുള്ള ഫയൽ. ഇത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് റിക്കവറി കീ എന്ന് പറയുന്നത്. ഈ റിക്കവറി കീ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നീട് എപ്പോഴെങ്കിലും പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള കീ ആണിത്. ഇങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് ലോക്ക് ചെയ്ത് വെക്കുന്നത്. നമുക്ക് ആവശ്യമായ ഫയൽസ് ഒക്കെ ഒരു ഡ്രൈവിൽ എടുത്തു വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്